ഹായ് എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. ടൂസ് അക്കാഡമിയിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം. HSST മാത്തമാറ്റിക്സിൻ്റെ സിലബസ് അനാലിസിസ് വീഡിയോയുമായിട്ടാണ് ടൂസ് അക്കാഡമി ഇന്ന് നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ തവണത്തെ HSST മാത്തമാറ്റിക്സിൻ്റെ എക്സാം നടന്നത് 2023 2024 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം 3 വർഷമാണ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഉള്ളത്, അല്ലേ? അപ്പോൾ 2024 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ 2024, 2025, 2026. അപ്പോൾ 2026 നിലവിലുള്ള ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? 2026 തന്നെ HSST മാത്തമാറ്റിക്സിൻ്റെ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളത് തന്നെയാണ്, അല്ലേ? ഇപ്പോൾ PGയും അതുപോലെ തന്നെ B.Ed സെറ്റ് യോഗ്യതയുള്ളവർക്ക് നല്ല ഒരു സാലറി സ്കെയിലിൽ ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു പോസ്റ്റാണ് HSST മാത്തമാറ്റിക്സിൻ്റേത്. സോ നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ജോബിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ടൂസ് അക്കാഡമിയിൽ HSSTയുടെ വിവിധ സബ്ജക്റ്റുകളിലേക്ക് ലോങ് ടൈം ബാച്ചുകൾ ആരംഭിക്കുകയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, എക്കണോമിക്സ്, ബോട്ടണി, സുവോളജി, ഇംഗ്ലീഷ് എന്നീ സബ്ജക്റ്റുകൾക്കാണ് കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ടൂസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ലേണിംഗ് ആപ്പിലൂടെ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും കേട്ടോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 7510155485 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസിലേക്കൊന്ന് കിടക്കാം. ടോട്ടൽ 10 മൊഡ്യൂൾസ് ആണ് HSST മാത്തമാറ്റിക്സിൻ്റെ. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ സിലബസ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ ടോട്ടൽ 10 മൊഡ്യൂൾസ് ആണ് നമ്മുടെ സിലബസിലുള്ളത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും, HSST മാത്തമാറ്റിക്സിൻ്റെയും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ കോളേജിയേറ്റിൻ്റെയും മാത്തമാറ്റിക്സിൻ്റെ സെയിം സിലബസ് തന്നെയാണ്. അപ്പോൾ രണ്ടിലുമുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HSST മാത്തമാറ്റിക്സിൻ്റേത് MCQ മോഡലാണ്. അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ എക്സാമിന് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എക്സാം ആയിരിക്കും. സിലബസ് രണ്ടിൻ്റെയും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1 10 മൊഡ്യൂൾസ് ഉണ്ട്. ഫസ്റ്റ് മൊഡ്യൂൾ ലീനിയർ ഓൾജിബ്രയാണ്. സെക്കൻഡ് മൊഡ്യൂൾ റിയൽ അനാലിസിസ്. തേർഡ് മൊഡ്യൂൾ റിയൽ അനാലിസിസിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഫോർത്ത് വൺ അബ്സ്ട്രാക്ട് ഓൾജിബ്ര. ഫിഫ്ത്ത് വൺ അബ്സ്ട്രാക്ട് ഓൾജിബ്രയുടെ കണ്ടിന്യൂവേഷൻ തന്നെ. അതുപോലെ തന്നെ മൊഡ്യൂൾ 6 ടോപ്പോളജി ആണ്. മൊഡ്യൂൾ 7 കോംപ്ലക്സ് അനാലിസിസ്. മൊഡ്യൂൾ 8 ഫങ്ഷണൽ അനാലിസിസ്. മൊഡ്യൂൾ 9 ODE ആൻഡ് PDE, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ആൻഡ് മൊഡ്യൂൾ 10 നമ്പർ തിയറി. അപ്പോൾ ഇതാണ് നമ്മുടെ 10 മൊഡ്യൂൾസ്. ഈ 10 മൊഡ്യൂൾസിൽ നിന്നും ഓരോ മൊഡ്യൂൾസിൽ നിന്നും 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ഓക്കെ, മൊഡ്യൂൾ 1 ലീനിയർ ഓൾജിബ്രയിൽ നിന്ന് 7 മാർക്ക്. ഇനി മൊഡ്യൂൾ 2ഉം അതുപോലെ തന്നെ മൊഡ്യൂൾ 3യും ഒന്ന് നോക്കിക്കേ. രണ്ടും എന്താണ്? റിയൽ അനാലിസിസ് ആണ്. അപ്പോൾ പക്കയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? റിയൽ അനാലിസിസ് എന്ന് പറയുന്ന പേപ്പർ പഠിച്ചിരിക്കണം. 14 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് റിയൽ അനാലിസിസിൻ്റേത്. ഒരിക്കലും ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളൊരു എക്സാമിന് നിങ്ങൾ ഒരിക്കലും ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ റിയൽ അനാലിസിസും അത് മൊഡ്യൂൾ 2ഉം മൊഡ്യൂൾ 3യുമാണ് റിയൽ അനാലിസിസ് വരുന്നത്. ടോട്ടൽ 14 മാർക്സ് ആണ് ഈ 2 മൊഡ്യൂൾസിൽ നിന്ന് നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, ഇനി മൊഡ്യൂൾ 4 അബ്സ്ട്രാക്ട് ഓൾജിബ്ര. മൊഡ്യൂൾ 5 അബ്സ്ട്രാക്ട് ഓൾജിബ്രയുടെ കണ്ടിന്യൂഷൻ. മൊഡ്യൂൾ 4-നകത്ത് അബ്സ്ട്രാക്ട് ഓൾജിബ്രയിലെ ഗ്രൂപ്പ് തിയറിയാണ് വരുന്നത്. മൊഡ്യൂൾ 5 റിംഗ് തിയറിയും അതുപോലെ തന്നെ ഫീൽഡും ആ കൺസെപ്റ്റുകളൊക്കെയാണ്. ടോട്ടൽ 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ 2 മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ കൂടുതലും മാർക്ക് വരുന്നത് റിയൽ അനാലിസിസിൽ നിന്നും അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ നിന്നുമായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി മൊഡ്യൂൾ 6ലേക്ക് നമ്മൾ കടക്കുമ്പോൾ മൊഡ്യൂൾ 6 ടോപ്പോളജിയാണ്. 7 മാർക്സ് ആണ്. അതുപോലെ തന്നെ മൊഡ്യൂൾ 7 കോംപ്ലക്സ് അനാലിസിസ് 7 മാർക്സ് തന്നെയാണ്. മൊഡ്യൂൾ 8 ഫങ്ഷണൽ അനാലിസിസ് 7 മാർക്സ്. ആൻഡ് മൊഡ്യൂൾ 9 ODE ആൻഡ് PDE, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. രണ്ടും കൂടിയിട്ടാണ് മൊഡ്യൂൾ 9 വരുന്നത്. ODEയും PDEയും 7 മാർക്ക്, രണ്ടും കൂടിയിട്ട് 7 മാർക്സ് ആയിരിക്കും. 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത് കേട്ടോ. ഇനി മൊഡ്യൂൾ 10 നമ്പർ തിയറിയാണ്. നമ്പർ തിയറിയിൽ കുറച്ച് കൺസെപ്റ്റേ ഉള്ളൂ, പക്ഷേ ആ എല്ലാ കൺസെപ്റ്റിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. 7 മാർക്സ് ആണ് നമ്പർ തിയറിക്ക് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സിലബസിനെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെഷനിൽ മൊഡ്യൂൾ 1 ലീനിയർ ഓൾജിബ്ര, അതുപോലെ തന്നെ മൊഡ്യൂൾ 4 മൊഡ്യൂൾ 5 അബ്സ്ട്രാക്ട് ഓൾജിബ്ര ആൻഡ് മൊഡ്യൂൾ 8 ഫങ്ഷണൽ അനാലിസിസ് ആൻഡ് മൊഡ്യൂൾ 10 നമ്പർ തിയറി. ഇത്രയും മൊഡ്യൂൾസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ് ആദ്യം നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിലേക്കും കടക്കാം. ആദ്യമേ തന്നെ ലീനിയർ ഓൾജിബ്ര, മൊഡ്യൂൾ 1 ലീനിയർ ഓൾജിബ്ര. ലീനിയർ ഓൾജിബ്രയിൽ നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ളത് വെക്റ്റർ സ്പേസ്, സബ് സ്പേസ്, അതുപോലെ ലീനിയർ
ഡിപ്പെൻഡൻസ്, പിന്നെ ബേസിസ്, ഡയമെൻഷൻ, ഓൾജിബ്ര ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്, algebra of matrices, rank and determinants of matrices, linear equations, അതുപോലെ തന്നെ eigen values and eigen vectors, Cayley-Hamilton theorem, matrix representation of linear transformations, പിന്നെ change of basis, canonical forms, diagonal forms, triangular forms, അതുപോലെ തന്നെ ജോർദാൻ ഫോംസ്, ഇന്നർ പ്രോഡക്റ്റ് സ്പേസ്, ഓർത്തോനോർമൽ ബേസിസ്, ക്വാഡ്രാറ്റിക് ഫോം. അപ്പോൾ ഒരു അറേഞ്ച്മെന്റ് ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ ഈ ടോപ്പിക്സ് എല്ലാം മിക്സ് ചെയ്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലീനിയർ ഓൾജിബ്ര പഠിക്കുമ്പോൾ ആദ്യമേ ചെയ്യേണ്ടത്, അതിൻ്റെ തുടക്കം നമ്മൾ ഓൾജിബ്ര ഓഫ് മെട്രീസസ് ആണ് പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓൾജിബ്ര ഓഫ് മെട്രീസസ് പഠിക്കുക. ഈ ഓൾജിബ്ര ഓഫ് മെട്രീസസ് പഠിക്കുമ്പോൾ നമുക്ക് മെട്രിക്സ് എന്താണ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെട്രീസസ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഡിറ്റർമിനൻ്റ്, ട്രാൻസ്പോസ്, അഡ്ജോയിൻ്റ്, ട്രേസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഡിറ്റർമിനൻ്റൊക്കെ പല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള പല ഷോർട്ട് കട്ടുകളൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാനുള്ള അങ്ങനെയുള്ള പ്രോബ്ലംസ്. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത്, ഈ ഓൾജിബ്ര ഓഫ് മെട്രീസസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ റാങ്ക് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, റാങ്ക് വരും. പിന്നെ അടുത്തത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് വെക്ടർ സ്പേസ് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓർഡറിൽ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇതിൽ മിക്സ്ഡ് ആയിട്ടാണ് സംഭവങ്ങൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തത് വരുന്നത് വെക്ടർ സ്പേസ് ആണ്. ഓക്കെ, വെക്ടർ സ്പേസിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഒരു ഫംഗ്ഷനാണ് അല്ലേ, ഒരു വെക്ടർ സ്പേസിൽ നിന്ന് മറ്റൊരു വെക്ടർ സ്പേസിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ആ ഒരു ഓർഡറിൽ വേണം നമുക്ക് പോകാനായിട്ട് കേട്ടോ. പിന്നെ അടുത്തത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നതാണ് ഡയഗണലൈസേഷൻ. അതായത് നമ്മുടെ ഏഗൻ വാല്യൂ, ഏഗൻ വെക്ടർ, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ, അതുപോലെ തന്നെ ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി, ജിയോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്നുള്ള കൺസെപ്റ്റ് എല്ലാം വരുന്നത് ഡയഗണലൈസേഷനിലാണ്. പിന്നെ അതിൻ്റെ ഒപ്പം വരുന്നതാണ് ക്വാഡ്രാറ്റിക് ഫോംസ്. ഇതുമായിട്ട് ഡയഗണലൈസേഷനുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന സംഭവമാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോംസ്. അതിൽ വരുന്ന തന്നെയാണ്, ഈ ഡയഗണലൈസേഷനിൽ വരുന്ന തന്നെയാണ് ജോർദാൻ ഫോംസ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ അല്ലേ, ഡയഗണൽ ഫോംസ്, ട്രയാങ്കുലർ ഫോംസ്, റാഷണൽ ഫോംസ്, ജോർദാൻ ഫോംസ്, അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ. ക്വാഡ്രാറ്റിക് ഫോം അത് കഴിഞ്ഞ് വരും. ദെൻ അടുത്തതാണ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. ഓക്കെ, ഇന്നർ പ്രൊഡക്റ്റിൽ വരുന്നതാണ് നമ്മുടെ ഓർത്തോനോർമൽ ബേസിസ് ഒക്കെ. അപ്പോൾ ലീനിയർ ഓൾജിബ്ര നമ്മൾ പഠിക്കാൻ നേരത്ത് നമുക്ക് റെഫറൻസിനായിട്ട് മസ്റ്റായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന രണ്ട് ടെക്സ്റ്റിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ PDF അവൈലബിൾ ആണ്. നിങ്ങൾക്ക് റെഫറൻസിനായിട്ട് ലീനിയർ ഓൾജിബ്രയുടെ കെന്നത്ത് ഹോഫ്മാൻ്റെ ടെക്സ്റ്റ് റെഫർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഷോംസ് ഔട്ട്ലൈൻ ലീനിയർ ഓൾജിബ്ര 3rd എഡിഷൻ, ഇതും നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ. അതിൽ വളരെ സിമ്പിളായിട്ട് ഓരോ കൺസെപ്റ്റുകളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത മൊഡ്യൂള്, അതായത് അബ്സ്ട്രാക്ട് ഓൾജിബ്ര. അബ്സ്ട്രാക്ട് ഓൾജിബ്ര 2 മൊഡ്യൂൾസ് ആയിട്ടാണ്. 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ നിന്ന് ചോദിക്കുക. അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ ടോട്ടൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 3 രീതിയിൽ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, 3 രീതിയിൽ 3 യൂണിറ്റുകളായിട്ട് വേണമെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റ് മൊഡ്യൂൾ അങ്ങനെ തന്നെ കിടന്നോട്ടെ, അതായത് നമ്മുടെ ഗ്രൂപ്പ് തിയറി. ഓക്കെ, ഗ്രൂപ്പ് തിയറി, ഫസ്റ്റ് വൺ ഗ്രൂപ്പ് തിയറി, രണ്ടാമത്തത് റിംഗ് തിയറി, നെക്സ്റ്റ് വൺ തേർഡ് വൺ ഫീൽഡ്. ഇങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് തിയറിയാണ് നമ്മുടെ ഈ ഫസ്റ്റ് ഈ ഒരു മൊഡ്യൂളിൽ വന്നിട്ടുള്ളത്. അതായത് മൊഡ്യൂൾ 4 വന്നിട്ടുള്ളത് ഗ്രൂപ്പ് തിയറിയാണ്. ആ ഗ്രൂപ്പ് തിയറിയിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത് ഗ്രൂപ്പ്സ് എന്താണ്, സബ് ഗ്രൂപ്പ്സ് എന്താണ്, നോർമൽ സബ് ഗ്രൂപ്പ്സ് എന്താണ്, അതുപോലെ തന്നെ കോഷ്യൻ ഗ്രൂപ്പ്. ഇതിനിടയ്ക്ക് വേറെയും കുറേ നെയിംഡ് ആയിട്ടുള്ള തിയറംസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. തിയറംസ് അല്ല, ഗ്രൂപ്പുകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ സൈക്ലിക് ഗ്രൂപ്പ്, അതുപോലെ തന്നെ പിന്നെ ഡൈഹിഡ്രൽ ഗ്രൂപ്പ്, ക്ലെയിൻഫോർ ഗ്രൂപ്പ്, അങ്ങനെ കുറേ നെയിംഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. ഹോമോമോർഫിസം, ഐസോമോർഫിസം. കണ്ടോ, ഇതൊരു ഓർഡർ ഇല്ലാണ്ടാണ് കിടക്കുന്നത്. ഗ്രൂപ്പ് പഠിച്ചതിന് ശേഷം നമ്മൾ സബ് ഗ്രൂപ്പ് പഠിക്കും. ദെൻ നമുക്ക് നോർമൽ പഠിക്കാം. നോർമൽ അല്ലെങ്കിൽ സൈക്ലിക്കിലേക്ക് പോവാം. സൈക്ലിക്ക് പഠിച്ചിട്ട് പെർമുട്ടേഷൻ ഗ്രൂപ്പ് പഠിച്ച് കേലിയസ് തിയറി ഒക്കെ പഠിച്ച് നോർമൽ സബ് ഗ്രൂപ്പ് പഠിച്ച് ആ ഒരു വേയിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഹോമോമോർഫിസം, ഫണ്ടമെന്റൽ തിയറം ഓഫ് ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പ്സ്, പിന്നെ ക്ലാസ് ഇക്വേഷൻസ്, സൈലോ തിയറം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗ്രൂപ്പ് തിയറിയിൽ വരുന്നത്. ഇനി റിംഗ് തിയറിയും ഫീൽഡും ഒന്നിച്ചാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ റിംഗ് തിയറിയിൽ വരുന്നത് റിംഗ് എന്താണ്, അതുപോലെ തന്നെ ഐഡിയൽസ്.
ഓക്കെ. പിന്നെ പ്രൈം ഐഡിയൽ, മാക്സിമൽ ഐഡിയൽ, കോഷ്യൻ റിങ്, യുണീക് ഫാക്ടറൈസേഷൻ ഡൊമൈൻ, പ്രിൻസിപ്പിൾ ഐഡിയൽ ഡൊമൈൻ, ഈ PID. ഓക്കെ, അതായത് UFD ഉണ്ട്, UFD അതാണ് യുണീക് ഫാക്ടറൈസേഷൻ ഡൊമൈൻ, PID പ്രിൻസിപ്പിൾ ഐഡിയൽ ഡൊമൈൻ, യുക്ലിഡിയൻ ഡൊമൈൻ. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് ട്രിക്കി വേസിലൂടെ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഡൊമൈൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത് വരണതാണ് പോളിനോമിയൽ റിങ്സ്, അതുപോലെ തന്നെ ഇറിഡ്യൂസിബിലിറ്റി ക്രൈറ്റീരിയ, ഇതൊക്കെ. അപ്പോൾ ഇതിനും ജസ്റ്റ് ഒരു റീഅറേഞ്ച്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും നമുക്ക്. UFDയും PID ഒക്കെ നമുക്ക് ലാസ്റ്റ് നോക്കി വെച്ചാൽ മതി. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഈ പോളിനോമിയൽ റിങ്സ്, അതുപോലെ തന്നെ ഇറിഡ്യൂസിബിലിറ്റി, ഇറിഡ്യൂസിബിൾ ഓവർ Q, ഇറിഡ്യൂസിബിൾ ഓവർ R, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഇനി അടുത്തതാണ് നമ്മുടെ ഫൈനൈറ്റ് ഫീൽഡ് എന്ന് പറയുന്നത്. ഫൈനൈറ്റ് ഫീൽഡ് എന്താണെന്ന് പഠിക്കും, ഫൈനൈറ്റ് ഫീൽഡ് എന്താണെന്ന് പഠിക്കണം, അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ ഫീൽഡുകൾ, പിന്നെ ലാസ്റ്റ് വണ്ണാണ് ഗാൽവ തിയറി. ഓക്കെ, ഗാൽവ തിയറി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ. എത്ര മാർക്കാണ്? 7+7, ദാറ്റ് ഈസ് ടോട്ടൽ 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ നിന്ന് വരുന്നത്. ഓക്കെ, അബ്സ്ട്രാക്ട് ഓൾജിബ്രയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ടെക്സ്റ്റുകളെല്ലാം റെഫർ ചെയ്യാവുന്നതാണ്. കണ്ടംപററി അബ്സ്ട്രാക്ട് ഓൾജിബ്ര, ജോസഫ് ഗാലിയൻ്റെ ടെക്സ്റ്റാണ്. കറക്റ്റ് നമ്മൾ വായിച്ചാൽ തന്നെ ചില ടെക്സ്റ്റുകൾ നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ കത്തില്ലല്ലോ, പക്ഷേ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആകുന്ന രീതിയിലാണ് ഈ ജോസഫ് ഗാലിയൻ്റെ അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ടെക്സ്റ്റ് വേണമെങ്കിൽ നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് ഓൾജിബ്ര, ഡെമിറ്റ് ആൻഡ് ഫൂട്ടിൻ്റെ അബ്സ്ട്രാക്ട് ഓൾജിബ്രയാണ് അടുത്ത് റെഫർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നത്. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷാംസ് ഔട്ട്ലൈൻ അബ്സ്ട്രാക്ട് ഓൾജിബ്രയുടെയും അവൈലബിൾ ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ PDF ഗൂഗിളിൽ അവൈലബിൾ ആണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ട്, അബ്സ്ട്രാക്ട് ഓൾജിബ്ര പഠിക്കുമ്പോൾ റെഫറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് മൊഡ്യൂൾ 8 ഫങ്ഷണൽ അനാലിസിസ് നമുക്കൊന്ന് നോക്കാം. ഫങ്ഷണൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലീനിയർ ഓൾജിബ്രയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് വരും. സോറി. അപ്പോൾ അതിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത് നോംഡ് ലീനിയർ സ്പേസ്, കണ്ടിന്യൂറ്റി ഓഫ് ലീനിയർ മാപ്സ്, ബാനാക് സ്പേസ്, അതുപോലെ തന്നെ ഹാൻഡ് ബാനാക് സ്പേസ്, ഓപ്പൺ മാപ്പിംഗ് തിയറം, ക്ലോസ്ഡ് ഗ്രാഫ് തിയറം, യൂണിഫോം ബൗണ്ടഡ്നെസ് പ്രിൻസിപ്പിൾ, ഇന്നർ പ്രോഡക്റ്റ് സ്പേസ്, ഹിൽബർട്ട് സ്പേസ്, അതുപോലെ തന്നെ പ്രൊജക്ഷൻസ്, ബൗണ്ടഡ് ഓപ്പറേറ്റേഴ്സ്, നോർമൽ, പിന്നെ യൂണിറ്ററി ആൻഡ് സെൽഫ് അഡ്ജോയിൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ്. കുറച്ച് എന്താ പറയുക, ഇപ്പം നമ്മൾ നോക്കിയ പേപ്പേഴ്സിനേക്കാളും കുറച്ചൊന്ന് ഡിഫിക്കൽട്ടി ലെവലിലോട്ട് വരുന്ന ഒരു പേപ്പറാണ് ഫങ്ഷണൽ അനാലിസിസ്. നമ്മൾ സെറ്റിനൊക്കെ പഠിക്കുമ്പോൾ ചിലപ്പോൾ ചിലർ ഇത് സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ HSSTയുടെ എക്സാം വരുമ്പോൾ ഈ ടോപ്പിക്കും ഒരൊറ്റ ടോപ്പിക്ക് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ എല്ലാ മൊഡ്യൂൾസും കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യാൻ പറ്റിയ വളരെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റാണ് ക്രേസിങ്ങിൻ്റെ ഇൻട്രൊഡക്ടറി ഫങ്ഷണൽ അനാലിസിസ് വിത്ത് ആപ്ലിക്കേഷൻ. ഇതിൻ്റെ PDF ഗൂഗിളിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മൊഡ്യൂൾ നോക്കാം. മൊഡ്യൂൾ 10 നമ്പർ തിയറി. വളരെ കുറച്ച് കൺസെപ്റ്റ് മാത്രമേ ഇവിടെ പഠിക്കാനുള്ളൂ നമ്പർ തിയറിയിൽ. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്സ്, ഡിവിസിബിലിറ്റി ഇൻ Z, കോൺഗ്രുവൻസ്, അതുപോലെ തന്നെ ചൈനീസ് റിമൈൻഡർ തിയറം, ഓയിലേഴ്സ് പൈ ഫംഗ്ഷൻ, ഫെർമാറ്റ്സ് തിയറം, വിൽസൺസ് തിയറം, ഓയിലേഴ്സ് തിയറം, പ്രിമിറ്റീവ് റൂട്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. കുറച്ചേ കൺസെപ്റ്റുകളേ ഉള്ളൂ. പക്ഷേ ഈ എല്ലാ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ എല്ലാ കൺസെപ്റ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്പർ തിയറിയും നന്നായിട്ട് തന്നെ പഠിക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞതിൽ ഫങ്ഷണൽ അനാലിസിസ് മാത്രമായിരിക്കും കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ട് വരുള്ളൂ. ബാക്കി എല്ലാ മൊഡ്യൂൾസും സിമ്പിളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ നമ്പർ തിയറിക്ക് റെഫർ ചെയ്യാൻ പറ്റിയ ടെക്സ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബേസിക് നമ്പർ തിയറി, SB മാലിക്കിൻ്റെ ടെക്സ്റ്റാണ്. ഇതിൻ്റെയും PDF അവൈലബിൾ ആണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന മൊഡ്യൂൾസ് ഏതൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ ഏതൊക്കെ മൊഡ്യൂൾസിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ലീനിയർ ഓൾജിബ്ര, അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് ഓൾജിബ്ര, ഫങ്ഷണൽ അനാലിസിസ് ആൻഡ് നമ്പർ തിയറി. ഒറ്റ മൊഡ്യൂൾസും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. പിന്നെ പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ മാത്സ് ആയതുകൊണ്ട് തന്നെ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്ത് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ PYQസും ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് നമുക്ക് പലതരത്തിലുള്ള എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ സെറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാം. അതുപോലെ തന്നെ നെറ്റിൻ്റെ ഒരു 2016 മുതൽ ഉള്ള ഇപ്പം
ഒരു 18, 19, 20, 21, 22 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നതോറും കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ടും മാറിയിട്ടുണ്ട് എക്സാം. അപ്പോൾ അങ്ങനെയുള്ള നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ MSCയുടെ എൻട്രൻസ് എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഓക്കെ, ഓരോ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എക്സാമുകളൊക്കെ ഇല്ലേ, അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഹലോ ഡിയേഴ്സ്, നമ്മൾ HSST മാത്തമാറ്റിക്സിൻ്റെ ലേറ്റസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള സിലബസിൻ്റെ ഒരു അനാലിസിസ് ആയിരുന്നു അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. അതിനകത്ത് ഇനി ബാക്കി 4 പേപ്പറുകളും കൂടി റിമൈൻ ചെയ്യുന്നുണ്ട്. റിയൽ അനാലിസിസ്, കോംപ്ലക്സ് അനാലിസിസ്, ടോപ്പോളജി ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഓക്കെ, നമുക്ക് ഓരോ പേപ്പറുകളിലും എന്തെല്ലാമാണ് സിലബസിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സെക്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. യെസ്, റിയൽ അനാലിസിസ് നമുക്ക് 2 മൊഡ്യൂളുകളായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് സിലബസിൽ. എന്നിരുന്നാൽ കൂടിയും ഇത് ഫുള്ളായിട്ട് നമുക്ക് റിയൽ അനാലിസിസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേപ്പർ എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഇതിനെ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് റിയൽ അനാലിസിസിൽ നമ്മൾ കൺസെപ്റ്റ്, റിയൽ മാത്തമാറ്റിക്കൽ അനാലിസിസിലെല്ലാം നമ്മൾ ഡിഗ്രി PG ലെവലിൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ. എന്നാൽ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു മെഷർ തിയറി ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ് അല്ലേ. അപ്പം നമുക്ക് മൊഡ്യൂൾ 2ഉം മൊഡ്യൂൾ 3യും നമുക്ക് രണ്ടും റിയൽ അനാലിസിസ് എന്നുള്ള രീതിക്ക് തന്നെ പഠിക്കണമെന്നില്ല. നമുക്ക് ഒരെണ്ണത്തിനെ മെഷർ തിയറിയിലോട്ട് വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. റിയൽ അനാലിസിസിൻ്റെ തന്നെ മൊഡ്യൂൾ 2 നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സീക്വൻസ്, സീരീസ് റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ടാണ് നമുക്ക് എത്രത്തോളം ഉള്ളത്, ഹേന-ബോറൽ തിയറം വരെ ഉള്ളത്. ഓക്കെ, അപ്പോൾ സീക്വൻസ്, സീരീസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കൺസെപ്റ്റുകളും പഠിക്കുക, എല്ലാ തിയറികളും പഠിക്കുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം പ്രോബ്ലംസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഹേന-ബോറൽ തിയറം വരെയുള്ളതിൽ ചെയ്യാനുള്ളത്. ഓക്കെ, റിസൾട്ടുകൾ അറിഞ്ഞാലാണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ അടുത്തത് നോക്കി, ബാക്കി കണ്ടിന്യൂറ്റി മുതൽ തുടങ്ങുന്ന മീൻ വാല്യൂ തിയറം വരെ. ഇത് ശരിക്കും വരുന്നത് +2 ലെവലിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. ലിമിറ്റ്, ഫംഗ്ഷൻ്റെ ലിമിറ്റിനെ പറ്റി അറിയണം, കണ്ടിന്യൂറ്റിനെ പറ്റി അറിയണം, ഡിഫറൻഷ്യബിലിറ്റിനെ പറ്റി അറിയണം, അതുപോലെ തന്നെ കുറച്ച് രീതിക്ക് നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിനെ പറ്റി അറിയണം, യൂണിഫോം കണ്ടിന്യൂറ്റിനെ പറ്റി അറിയണം. സോ +2 ലെവലിൽ നിന്ന് തുടങ്ങി ഒരു PG ലെവൽ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന സെക്ഷനാണ് കണ്ടിന്യൂറ്റി മുതൽ മീൻ വാല്യൂ തിയറം വരെയുള്ള സെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, റിയലിൻ്റെ ബാക്കി പോർഷൻസ് നോക്കിയാൽ മനസ്സിലാവും. സീക്വൻസ് ആൻഡ് സീരീസ് ഓഫ് ഫങ്ഷൻസ് ആണ് അല്ലേ. സെപ്പറേറ്റ് കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് സീക്വൻസ് ആൻഡ് സീരീസ് ഓഫ് ഫങ്ഷൻസും അതിൻ്റെ യൂണിഫോം കൺവേർജൻസ്, പോയിന്റ് വൈസ് കൺവേർജൻസ്, കൂടുതലും റിസൾട്ടുകൾ യൂസ് ചെയ്ത് പ്രോബ്ലംസ് ചെയ്യുന്ന ഒരു സെക്ഷനായിരിക്കും സീക്വൻസ് ആൻഡ് സീരീസ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യാതെ കിടക്കുന്ന ഒരു സെക്ഷനാണ് റീമാൻ ഇൻ്റഗ്രൽസിൻ്റെ സെക്ഷൻ. അതുപോലെ തന്നെ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ, ഡബിൾ ആൻഡ് ട്രിപ്പിൾ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന സെക്ഷനും നമുക്കൊന്നും ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്ന സെക്ഷനല്ല. ഓക്കെ, നമുക്കൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ എവിടെ നിന്നെല്ലാം ബ്രേക്ക് ആയാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നൊക്കെയാണ് നമുക്ക് എപ്പോഴുള്ളൊരു ഡൗട്ട് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന സെക്ഷനാണ്. അപ്പോൾ സീക്വൻസ്, സീരീസ് മുതൽ ഇവിടം വരെ നമുക്ക് ഒരൊറ്റ സെക്ഷൻ പോലെ പഠിക്കാം. കണ്ടിന്യൂറ്റി മുതൽ ദെൻ മീൻ വാല്യൂ തിയറം വരെ നമുക്ക് ഒരൊറ്റ സെക്ഷൻ വരെയും പഠിക്കാം. സീക്വൻസ് ആൻഡ് സീരീസ് ഓഫ് ഫങ്ഷൻസിൻ്റെ ഇത്രയും നമുക്ക് ഒരു സെക്ഷൻ പഠിക്കാം. ദെൻ റെയ്മാൻ അത്രയും നമുക്ക് ഒരൊറ്റ സെക്ഷൻ ആക്കാം. ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ്, ഡബിൾ, ട്രിപ്പിളൊക്കെ നമുക്കൊരു സെപ്പറേറ്റ് സെക്ഷനാക്കി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്നും പരസ്പരം നമുക്ക് വളരെയധികം റിലേറ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ഒരു കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്തത് പഠിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് ആ രീതിക്ക് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. ദെൻ മൊഡ്യൂൾ 3ൽ നമുക്ക് മെഷർ തിയറി ആണെന്ന് പറഞ്ഞു. മെഷർ തിയറിയുടെ പ്രോബ്ലംസ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് മെഷർ തിയറിയിൽ തിയറി കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും. അതിൻ്റെ തിയറി ആയിരിക്കും നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലംസിൻ്റെ ലെവലിലേക്ക് വരുന്നത്. ഓക്കെ, ദെൻ മെഷർ തിയറിയിൽ ലെബേക്ക് ഇൻ്റഗ്രൽ കൺസെപ്റ്റാണ് മെയിനായിട്ടും വരിക. ദെൻ അതുപോലെ തന്നെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ്, ഇതെല്ലാം കറസ്പോണ്ടിങ് ടു മെഷർ തിയറി അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ദെൻ ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ്, ഇൻവേഴ്സ് ആൻഡ് ഇംപ്ലിസിറ്റ് ഫങ്ഷൻ തിയറം, ഇത്രയും കൺസെപ്റ്റുകൾ പക്ക മെഷർ തിയറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്.
ദെൻ സ്പെഷ്യൽ ഫങ്ഷൻസ് അതുപോലെ തന്നെ നമുക്ക് വേറൊരു സെക്ഷനായിട്ട് പഠിക്കാനായിട്ട് പറ്റും. ബീറ്റ ആൻഡ് ഗാമ ഫംഗ്ഷൻ അതുപോലെ തന്നെ ഫൊറിയർ സീരീസ് നമുക്ക് സെപ്പറേറ്റ് പഠിക്കാവുന്ന സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ പരസ്പരം ഡിപ്പെൻഡ് ചെയ്യാതെ കിടക്കുന്ന അല്ലെങ്കിൽ ഒരെണ്ണം അറിയില്ലെങ്കിലും അടുത്തത് പഠിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത സെക്ഷൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ ആണല്ലോ. അപ്പോൾ റിയലിൻ്റെ മൊത്തത്തിലൊരു ഐഡിയ കിട്ടിക്കാണും. 14 മാർക്കാണ് നമുക്ക് ടോട്ടൽ ഈ 2 മൊഡ്യൂളുകളിൽ നിന്ന് വരുന്നതെന്ന് ഓർക്കുക. ഓക്കെ, ദെൻ റെഫർ ചെയ്യാവുന്ന 3 ടെസ്റ്റുകൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണ്. ദെൻ റൂഡിൻ്റെ ടെസ്റ്റ് നമുക്ക് അത്യാവശ്യം നമുക്ക് കാര്യങ്ങൾ തിയറി കൺസെപ്റ്റുകൾക്കെല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. ബാലീസ് ടെക്സ്റ്റും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പ്രോബ്ലംസ് എല്ലാം നമുക്ക് അതിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ മാലിക് സവിതാരോരുടെ ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് പ്രോബ്ലംസും അതുപോലെ തന്നെ തിയറി കൺസെപ്റ്റിനും നമുക്ക് യൂസ് ചെയ്യാവുന്ന ടെക്സ്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് റിയൽ അനാലിസിസ് എന്ന് പറയുന്ന പേപ്പറിന്റെ അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിക്കാണുമായിരിക്കുമല്ലോ. ദെൻ അടുത്ത പേപ്പർ നോക്കാം. കോംപ്ലക്സ് അനാലിസിസ്. കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്നതും റിയലിൽ നിന്ന് കുറച്ച് കണക്റ്റഡ് ആയിട്ടൊക്കെ വന്നിരിക്കുന്നതാണ് അല്ലേ. അതിനകത്ത് കുറച്ച് ലിമിറ്റ്, ഡിഫറൻഷ്യബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ട് നമുക്ക് റിയൽ പഠിച്ചാൽ മാത്രമേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല കേട്ടോ. ഇതിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും? കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്കൊരൊറ്റ ഇതായിട്ട് എടുക്കാം അല്ലേ. കോംപ്ലക്സ് നമ്പേഴ്സ് മുതൽ അതിൻ്റെ പ്രോപ്പർട്ടീസ്, എല്ലാ പ്രോപ്പർട്ടീസും, മോഡുലസ് ഉണ്ട്, പോളാർ ഫോം ഉണ്ട്, കോഞ്ചുഗേറ്റ് ഉണ്ട്, അങ്ങനെ വരുന്ന അതിൻ്റെ റിലേറ്റഡ് പ്രോപ്പർട്ടീസ്, അതിൻ്റെ പവറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എവിടെ പഠിക്കണം? ആ കോംപ്ലക്സ് നമ്പേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസിൽ മാത്രം പഠിക്കണം. പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴേക്കും അനലറ്റിക് ഫംഗ്ഷനിലോട്ട് കിടക്കുന്നത്. ഇപ്പോൾ കോംപ്ലക്സ് ഫംഗ്ഷനിലോട്ട് കിടക്കുമ്പോൾ അതിൻ്റെ ഹാർമോണിക് ഫംഗ്ഷൻ ഉണ്ട്, ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഉണ്ട്. അതനുസരിച്ചിട്ടൊക്കെയാണ് നമ്മൾ അനലറ്റിക് ഫംഗ്ഷൻ പഠിക്കുക അല്ലേ. ഈ അനലറ്റിക് ഫംഗ്ഷനുമായിട്ട് ഡയറക്റ്റ് അത് പഠിച്ചില്ലെങ്കിൽ അടുത്തത് പഠിക്കാൻ പറ്റില്ല എന്നല്ലെങ്കിൽ കൂടിയും അതുമായിട്ട് റിലേറ്റഡ് ആണ് ബാക്കിയുള്ള അത്യാവശ്യം കോംപ്ലക്സിൻ്റെ എല്ലാ കൺസെപ്റ്റുകളും തന്നെ. അനലറ്റിക് ഫംഗ്ഷൻ്റെ കുറേയധികം പ്രോപ്പർട്ടീസ് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല, എന്നാലും അനലറ്റിക് ഫംഗ്ഷൻ എന്താണെങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് അതെങ്കിലും അറിഞ്ഞാലായിരിക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുക. കാരണം ബാക്കിയുള്ള പല സെക്ഷനുകളിലും നമുക്കിപ്പോൾ പവർ സീരീസിലാണെങ്കിലും അതുപോലെ തന്നെ സീറോസ്, ഇപ്പം തന്നെ കണ്ടോ സീറോസ് ഓഫ് അനലറ്റിക് ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ ഇൻ്റഗ്രേഷൻ ഇതിനകത്തും, അതുപോലെ തിയറംസ്, എല്ലാ തിയറംസും പഠിക്കുമ്പോൾ ഇതിനകത്തെല്ലാം സിംഗുലാരിറ്റീസ് ഇതെല്ലാം പഠിക്കുമ്പോൾ അവിടെ എല്ലാം വരുന്ന ഒരു പേരായിരിക്കും അനലറ്റിക് ഫംഗ്ഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അനലറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ആ ഒരു വേർഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിനേഷനും അതിൻ്റെ ഒരു കൺസെപ്റ്റിനും നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റിസൾട്ടുകളും നമ്മൾ പഠിക്കേണ്ടതുണ്ട് അല്ലേ. ദെൻ കൺഫോമൽ മാപ്പിംഗ്, മൊബിയസ് ട്രാൻസ്മിഷനിൽ നിന്നെല്ലാം നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്താൽ തന്നെ വേഗം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്. ദെൻ പവർ സീരീസും അതുപോലെ തന്നെയാണ്. അതിനകത്തുള്ള റേഡിയസ് ഓഫ് കൺവേർജൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ അതേപോലെ നമ്മുടെ കോംപ്ലക്സിലെ എല്ലാ റിസൾട്ടുകൾ, തിയറംസ് നെയിംഡ് തിയറംസ് മാത്രമല്ല, അതല്ലാണ്ട് ഒരുപാട് തിയറംസ് അല്ലെങ്കിൽ ഒരുപാട് റിസൾട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട്. ആ റിസൾട്ടുകളെല്ലാം യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കോംപ്ലക്സിന്റെ തിയറി പ്രോബ്ലംസ് എല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യാം. കോംപ്ലക്സിൽ നിന്ന് ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് തിയറി പോർഷൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമായിരിക്കും. കാരണം ഡയറക്റ്റ് നമ്മുടെ കയ്യിലുള്ള റിസൾട്ടുകൾ തന്നെയാണ് മിക്കവാറും തന്നെ നമ്മൾ MCQ ലെവലിലുള്ള എക്സാമുകളിലെല്ലാം കാണാറുള്ളത്. ഓക്കെ, സോ ഇതിനെ നമ്മൾ പ്രത്യേകം ക്ലാസിഫൈ ചെയ്ത് പറയുന്നില്ലെങ്കിൽ കൂടിയും കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഒരു സെക്ഷനാക്കി പഠിക്കാം. അനലറ്റിക് ഫംഗ്ഷൻ എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരൊറ്റ സെക്ഷനാക്കി പഠിക്കാം. ഈ കൺഫോമൽ മാപ്പിംഗ്, മൊബിയസ് ട്രാൻസ്മിഷൻ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ്, പവർ സീരീസ് അതെല്ലാം നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് പഠിക്കാവുന്ന സെക്ഷനുകളാണ്. ആ ജസ്റ്റ് അനലറ്റിക് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ മാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായിക്കോളും. അതുപോലെ തന്നെ സീറോസ്, സിംഗുലാരിറ്റീസ് അതെല്ലാം കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാവുന്ന സെക്ഷനുകളാണ്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മുടെ കോംപ്ലക്സ് ഇൻ്റഗ്രേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിസൾട്ടുകൾ, തിയറംസ് ആണ് ബാക്കിയുള്ള തിയറംസും വരിക. ഓക്കെ, ദെൻ റെസിഡ്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഇതിൽ നിന്നെല്ലാം ഈ റെസിഡ്യൂ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ലാസ്റ്റ് പഠിച്ചാൽ പറ്റില്ല. ഈ റെസിഡ്യൂ അറിഞ്ഞാലാണ് നമുക്ക് കോംപ്ലക്സ് ഇൻ്റഗ്രേഷനിലെ കുറേയൊക്കെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതും നമ്മുടെ കോംപ്ലക്സ് ഇൻ്റഗ്രേഷന് മുന്നേയൊക്കെ ആയിട്ട് നമുക്ക് പഠിച്ചാലാണ് നമുക്ക് റെസിഡ്യൂ യൂസ് ചെയ്തിട്ടുള്ള കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷനിൽ നിന്നാണ് ശരിക്കും നമ്മൾ റെസിഡ്യൂവിൻ്റെ ഡെഫിനേഷനിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ. ഓക്കെ, ദെൻ ലാസ്റ്റ് ആയിട്ട് ഷ്വാർട്സ് ലെമ്മ, മാക്സിമം മോഡുലസ് പ്രിൻസിപ്പിൾ, ആർഗ്യുമെന്റ് പ്രിൻസിപ്പിൾ ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ് റിസൾട്ടുകളാണ്. അതിൽ നിന്നുള്ള ചെറിയ പ്രോബ്ലംസ് മാത്രം നമുക്ക് അവിടെ നോക്കിയാലായിട്ട് മതിയാവും. ഓക്കെ, അപ്പോൾ കോംപ്ലക്സിൽ നിന്നുള്ള അത്യാവശ്യം കൺസെപ്റ്റ് മനസ്സിലായി കാണുമല്ലോ. മെയിൻ ടെക്സ്റ്റ് ആണ് അൽഫോസിന്റെ ടെക്സ്റ്റ്.
തിയറി കൺസെപ്റ്റുകൾക്ക് നമുക്ക് റെഫർ ചെയ്യാവുന്ന ടെക്സ്റ്റാണ്. ബാക്കി രണ്ടും നമുക്ക് പ്രോബ്ലംസിന് അല്ലെങ്കിൽ MCQ പ്രോബ്ലംസിന് വേണ്ടിയിട്ട് നമുക്ക് റെഫർ ചെയ്യാവുന്ന ടെക്സ്റ്റുകളാണ്. സ്റ്റോക്കറിൻ്റെ ടെക്സ്റ്റും അതുപോലെ തന്നെ ഷോം സീരീസും. ഓക്കെ, ദെൻ അടുത്തത് ടോപ്പോളജി നോക്കാം. ടോപ്പോളജി എന്ന് പറയുമ്പോൾ സാധാരണ രീതിക്ക് നമ്മൾ സെറ്റ് നെറ്റ് എക്സാമുകൾക്കെല്ലാം നമ്മൾ ഒഴിവാക്കാൻ ഒരു സാധ്യതയുള്ള ഒരു പേപ്പറാണ് ടോപ്പോളജി അല്ലേ. ടോപ്പോളജി അത്ര വലിയ ഡിഫിക്കൽട്ട് പേപ്പറൊന്നുമല്ല. നമുക്ക് അത്യാവശ്യം നമ്മുടെ റിയൽ അനാലിസിസിൽ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളുടെയും ഒരു ജനറലൈസേഷൻ കൺസെപ്റ്റ് പോലെ നമുക്ക് പഠിക്കാവുന്ന ഒരു പേപ്പറാണ് ടോപ്പോളജി. ഓക്കെ, അപ്പോൾ അവിടുത്തെ റിയൽ അനാലിസിസ് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നോ അതനുസരിച്ച് അതിനെ ഒന്ന് നമ്മൾ ജനറലൈസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ടോപ്പോളജിയിൽ ചെയ്യുന്നത്. ഓക്കെ, ടോപ്പോളജിയിൽ ഫസ്റ്റ് കൺസെപ്റ്റ് മെട്രിക് സ്പേസ് ആണ്. മെട്രിക് സ്പേസ് അതിൻ്റെ കണ്ടിന്യൂറ്റി. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ളൂ. ബാക്കി എല്ലാം കണക്റ്റഡ് ആണ്. ടോപ്പോളജിക്കൽ സ്പേസ് എന്താന്ന് പഠിക്കാണ്ട് നമുക്ക് വേറെ ഒരു കാര്യങ്ങളും നമുക്ക് പഠിക്കാനായിട്ട് പറ്റില്ല ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ടോപ്പോളജിക്കൽ സ്പേസ് എന്താണ് എന്നുള്ള ഡെഫിനീഷൻ ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള ഒരു കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ദെൻ അതുപോലെ തന്നെ ഈ സെപ്പറേഷൻ ആക്സിയംസ് ഇതെല്ലാം വളരെ ഈസി ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്. അതിൻ്റെ ഡെഫിനേഷനുകളിലാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ ഡെഫിനേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സെപ്പറേഷൻ ആക്സിയം ഒക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പോൾ ടോപ്പോളജി നമ്മൾ ഒഴിവാക്കേണ്ട ഒരു പേപ്പറൊന്നുമല്ല. റിയലിൻ്റെ കുറേ കൺസെപ്റ്റ് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ടോപ്പോളജി ഒന്ന് ജനറലൈസ് ചെയ്ത് നമുക്ക് പഠിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് അലക്സാൻഡ്രോഫിൻ്റെ എലമെൻ്ററി കൺസെപ്റ്റ് ടോപ്പോളജി, അതുപോലെ തന്നെ കുമരേശൻ സാറിൻ്റെ ടെക്സ്റ്റ്, ദെൻ മംഗസ് ടോപ്പോളജി, അതും നമുക്ക് റെഫർ ചെയ്യാവുന്ന ടെക്സ്റ്റുകളാണ്. ഓക്കെ, then the last paper, ordinary and partial differential equation. ordinary differential equation ഒന്നും തന്നെ പഠിക്കാനില്ല. ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതിൻ്റെ സൊല്യൂഷൻസിനെ പറ്റി മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. വളരെ അഡ്വാൻസ്ഡ് ലെവലിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഓർഡിനറി കൺസെപ്റ്റിലില്ല. ഓക്കെ, ഓർഡിനറി കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത്രയും പോർഷൻസേ ഉള്ളൂ. അതിൻ്റെ എക്സിസ്റ്റൻസ്, അതിൻ്റെ സൊല്യൂഷൻസിനെ പറ്റി പഠിക്കുക, അതിൻ്റെ ഓർഡറും ഡിഗ്രിയും പഠിക്കുക, സോൾവ് ചെയ്യുന്ന മെത്തേഡ്സ് പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ വരുന്നുള്ളൂ, ODEയിൽ വരുന്നുള്ളൂ. PD-യിലോട്ട് വരുമ്പോഴേക്കും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് PD നിൽക്കുന്നത്. സോ PD-യിൽ കുറച്ചധികം പ്രോബ്ലംസ് നമ്മൾ ചെയ്താലാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു പേപ്പറിൻ്റെ പ്രത്യേകത എന്താണ്? PD-യുടെ ഒക്കെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എത്രത്തോളം പ്രോബ്ലംസ് ഫെമിലിയർ ആകുന്നു അത്രത്തോളം നമുക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ചില പ്രോബ്ലംസ് കണ്ട് നമ്മൾ ചെയ്തു തുടങ്ങിയാണ് ലെങ്തി ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ടൈം അനുസരിച്ചിട്ട് അത് വിടേണ്ടി വരും അല്ലേ. കാരണം നമ്മുടെ നെഗറ്റീവ് മാർക്കും ഒക്കെ ഉള്ളതാണ്. നമ്മുടെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് വിട്ടുപോയാൽ മതി അല്ലേ. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാം, എന്നാൽ മാത്രമാണ് നമുക്ക് PD ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് എക്സാമിന് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ODEനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ PD കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ആണ്. കുറേയൊക്കെ നമുക്ക് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എല്ലാ മെത്തേഡ്സും പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് അവിടെ ചെയ്യേണ്ടുന്ന കാര്യം. ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് എല്ലാം ഡയറക്റ്റ് റിസൾട്ട് യൂസ് ചെയ്തിട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം നമ്മൾ വേഗം അത് ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഏത് ടൈപ്പാണ് PD ഇക്വേഷൻ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള പ്രോബ്ലമൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിൾ പ്രോബ്ലം ഫോർമുല യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് ചെയ്യാനായിട്ട് പഠിക്കണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വേഗം ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നതും ലെങ്തി ആണോ എന്നുള്ളത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യം. അതിന് മാക്സിമം പ്രോബ്ലംസ് പ്രോബ്ലംസുമായിട്ട് നമ്മൾ എത്രത്തോളം ഫെമിലിയർ ആണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. നമുക്ക് ODEക്ക് വേണ്ടി റെഫർ ചെയ്യാവുന്ന അഗർവാൾ സാറിൻ്റെ ടെക്സ്റ്റും സിമൺസിൻ്റെ ടെക്സ്റ്റും ഒക്കെ നമുക്ക് റെഫർ ചെയ്യാം ODEക്ക് വേണ്ടി. അതുപോലെ തന്നെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിച്ചാർഡ് സാറിൻ്റെ ടെക്സ്റ്റും അസ്മ സാറിൻ്റെ ടെക്സ്റ്റൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഒരു സിലബസിനെ പറ്റി വളരെ നല്ലൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. സിലബസ് അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലേ. സിലബസ് അറിഞ്ഞതുകൊണ്ടോ നമുക്ക് കുറേയധികം ക്ലാസ്സുകൾ കിട്ടിയത് കൊണ്ടോ മെറ്റീരിയൽസ് കിട്ടിയത് കൊണ്ടോ ഒന്നും കാര്യമില്ല. ഒപ്പം വേണ്ടത് നിങ്ങളുടെ വർക്കാണ്. നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ റിസൾട്ട് ഉണ്ടാവുക. കഴിഞ്ഞ HSST VHSC എക്സാമുകൾക്ക് ശേഷം ജോയിൻ ചെയ്ത ടോസ് അക്കാഡമിയിൽ നിന്നും ജോലിക്ക് പ്രവേശിച്ചവരാണ് ഇവരെല്ലാവരും. ഓക്കെ, ഇതുപോലെ തന്നെ നിങ്ങൾക്കും ജോലിക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അഡ്വൈസ് വന്ന് ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ. ഓക്കെ, അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ജോലിക്ക് ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്കും സാധിക്കും. അടുത്ത HSST കഴിയുമ്പോഴേക്കും നിങ്ങൾക്കും നല്ലൊരു പൊസിഷനാണ്, നല്ലൊരു ഗവൺമെൻറ് സ്കൂളിൽ നല്ലൊരു പോസ്റ്റിൽ നിങ്ങൾക്കും ജോലി ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എല്ലാവർക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.